ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ചില ആളുകൾക്ക് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും പ്രത്യേകം സ്നേഹമുള്ളതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ വലിയ വിഭാഗം ആളുകൾ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തെറി പറയാനും ആക്ഷേപിക്കാനും വിമർശിക്കാനും ഒക്കെ മുതിരുമ്പോൾ അവരുടെ മുന്നിൽ ശക്തമായി ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളല്ലാതിരുന്നിട്ടും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിന് മുന്നിൽ ഒരു വലിയ സംരക്ഷണ കവചമായി നിൽക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി ദാവത്ത് തുടങ്ങിയ അന്ന് തൊട്ട് അത്തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയും നമുക്ക് ചരിത്രത്തിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അബൂ താലിബ് എന്ന് പറയുന്ന മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, എളാപ്പ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കാൻ വേണ്ടി പല തവണ അബൂ താലിബിനെ സമീപിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം വളരെ ശക്തമായ നിലപാടായിരുന്നു അബൂ താലിബ് എടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാത്ത തരത്തിലുള്ള ശക്തമായ നിലപാട്. അതുകൊണ്ടാണ് പ്രവാചകൻ അവർക്ക് കൊല്ലാൻ കഴിയാതിരുന്നത്, പ്രവാചകൻ അവർക്ക് ആക്രമിക്കാൻ കഴിയാതിരുന്നത്. അവസാനം ഖുറൈശികൾ മുഴുവൻ തീരുമാനമെടുത്തിട്ട് അവർ ഈ അബൂ താലിബിനെ അടക്കം ബാൻ ചെയ്യാൻ, അവരുമായിട്ട് കച്ചവട ഇടപാട് പാടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല, അവരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപാടുകളും പാടില്ല എന്ന് ഖുറൈശി കൂട്ടം തീരുമാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും അതോടൊപ്പം ഇസ്ലാം സ്വീകരിക്കാത്ത അബൂ താലിബ് അടക്കമുള്ള ഒരുപാട് പേരെയും ശുഅബ് അബൂ താലിബിന്റെ മലയുടെ ചെരുവിൽ അവരങ്ങോട്ട് പട്ടിണിക്കിടാൻ, അത് 3 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പട്ടിണിയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ലെതറിന്റെ പാദരക്ഷകൾ വെള്ളത്തിൽ പുതർത്താനിട്ടിട്ട് അത് പദം വന്നപ്പോൾ അവർ കടിച്ച് തിന്നിട്ടുണ്ട്, ചെരുപ്പ് കടിച്ച് തിന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പച്ചില അവർ ഭക്ഷിച്ചിട്ടുണ്ട്. ആ സമയം ആ വലിയ ജനക്കൂട്ടം ജീവൻ നിലനിർത്തി പോന്നത് കരുണയും മനുഷ്യത്വവും മനസ്സിലുള്ള ആരൊക്കെയോ പാത്തും പതുങ്ങിയും ഒക്കെ അവർക്ക് കൊണ്ടുകൊടുത്ത കുറച്ച് ചില ഭക്ഷണങ്ങൾ കൊണ്ടാണ്. ഈ സമയത്തും ഇത്രയൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സഹിക്കേണ്ടി വന്നിട്ടും, ഇത്രയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ജീവിതത്തിൽ ആ വൃദ്ധനായ മനുഷ്യന് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടും അയാളുടെ നിലപാട് എന്താ എന്നറിയാം നിങ്ങൾക്ക്? രാത്രി ഈ ശുഅബ് അബൂ താലിബിന്റെ കീഴിൽ ആളുകളൊക്കെ ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങൂല ഈ മനുഷ്യൻ. ഉറങ്ങാതെ ഇങ്ങനെ പ്രവാചകന്റെ ആ വിരിപ്പിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. പലപ്പോഴും പ്രവാചകൻ എഴുന്നേറ്റ് അവിടെ പോവും. എന്താണ് അപ്പ നിങ്ങൾ ഉറങ്ങാത്തത്? നിങ്ങൾ ഉറങ്ങുക. അപ്പ പറയും, എനിക്ക് ഉറങ്ങാൻ പറ്റൂല മോനെ, ആരെങ്കിലും നിന്നെ വന്ന് ആക്രമിച്ചാലോ, ആ ഖുറൈശി കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശത്രു നിന്നെ ആക്രമിച്ച് നിന്നെ കൊന്നുകളഞ്ഞാലോ, നിന്റെ വേർപാട് ഈ കിളവന് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തത്. എന്നിട്ട് പലപ്പോഴും പ്രവാചകന്റെ വിരിപ്പിൽ അദ്ദേഹം പോയി കിടന്നിട്ട് അദ്ദേഹത്തിന്റെ വിരിപ്പിൽ പ്രവാചകനെ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചുപോയപ്പോ റസൂലുള്ള അങ്ങേയറ്റം വേദനയോടെ പ്രയാസത്തോടെ വിലപിച്ചത്, പ്രിയപ്പെട്ട എളാപ്പ, എത്ര വേഗമാണ് നിങ്ങൾ എന്നെ വിട പറഞ്ഞു പോയത്, എത്ര വേഗമാണ് നിങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോയത്. പ്രവാചകന്റെ ആ ഹൃദയം പിളർക്കുന്ന വിരഹവേദനക്ക് മറുപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബത് വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ, റസൂലേ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ അങ്ങേക്ക് കഴിയില്ല. വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ എന്ന ആയത്ത് ഇറങ്ങുന്നത്. ആ അബൂ താലിബിന്റെ മകനാണ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനുഭവനായ മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന സമയം ആ വഹിയിന്റെ ലക്ഷണങ്ങൾ മുഴുവൻ മുഖം കൊണ്ട്, കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, പരിശുദ്ധ റസൂലിന്റെ നാവിൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ച വലിയ പണ്ഡിതനായിരുന്നു മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. മക്ക കാലഘട്ടത്തിലെ 13 കൊല്ലക്കാലത്തെ പ്രബോധന ദൗത്യത്തിൽ പ്രവാചകന്റെ ഇടവും വലവും തന്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയ അർക്കമിന്റെ വീട്ടിൽ രഹസ്യമായി പ്രബോധനം നടക്കുമ്പോൾ ആ വലിയ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ചെറിയ മനസ്സ്, ഒരു ചെറിയ മനുഷ്യൻ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അവസാനം ആളുകളൊക്കെ ഹിജറ പോയി. ഏറ്റവും അവസാനം ഹിജറ പോകുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി
വസല്ലമയുടെ വീട് ശത്രുക്കൾ വളഞ്ഞു. കാരണം മദീനയിലേക്ക് പോയിട്ട് അവിടെ ഒരു സൈന്യവും അവിടെ ഒരു ആളുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് മക്കൾക്ക് അപകടമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മുഹമ്മദ് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് പോകാൻ പാടില്ല എന്നത് ഖുറൈശികളുടെ നിർബന്ധമാണ്. പ്രവാചകന്റെ വീട് അവർ വളഞ്ഞു, ആക്രമിക്കാൻ വളഞ്ഞു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അലി ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന 23 വയസ്സുകാരനെ തന്റെ വിരിപ്പിൽ കിടത്തി. എന്നിട്ട് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഒരു പിടി മണ്ണ് വാരി എന്നിട്ട് അത് അവരുടെ നേർക്കേക്ക് എറിഞ്ഞു. വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിയെന്നാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ആയത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. താങ്കളല്ല എറിഞ്ഞത്, താങ്കൾ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എറിഞ്ഞവൻ അള്ളാഹുവാണ്. അവരുടെ കണ്ണുകളിൽ അള്ളാഹു വല്ലാത്ത ഒരു മന്ദിപ്പ്, വല്ലാത്ത ഒരു മോഹാലസ്യം വരുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി കതവ് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയ ഖുറൈശികൾ കാണുന്നത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിനെ പല അമാനത്തുകളും ഏൽപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി പോയത്. ആ അമാനത്തുകളും ഇടപാടുകളും എല്ലാം തീർത്ത് അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയപ്പോൾ ഓരോ സഹാബികൾക്കും ഓരോ വീടുകളാണ് പ്രവാചകൻ നിശ്ചയിച്ചു കൊടുത്തത്. പക്ഷേ പതിവ് പോലെ അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ കൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിപ്പിച്ചത്. ഹിജ്റ 2ാമത്തെ വർഷം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തു. ബദറിന്റെ രണഭൂമിയിൽ വീരശൂര പരാക്രമം കാണിച്ചു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഗനീമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാളും ഒരു പടയങ്കിയും നൽകുകയുണ്ടായി. ഈ പടയങ്കി വിറ്റിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് മഹർ കൊടുക്കുന്നതും വിവാഹത്തിന്റെ ചെലവെല്ലാം നടത്തുന്നതും. അങ്ങനെ വീണ്ടും അവർ ഒരുമിച്ച് തന്നെ നിന്നു. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇനി നിങ്ങൾ വേറെ വീട്ടിൽ മാറി താമസിക്കണം. അങ്ങനെ ആ ദരിദ്ര ദമ്പതികൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളും പ്രിയപ്പെട്ട മരുമകനും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഒരു കട്ടിൽ, ഒരു വിരിപ്പ്, ഒരു ആട്ടുകല്ല്, ഒരു വെള്ളപാത്രം. ഈ 4 സംഗതികൾ മാത്രം കൊണ്ടാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കൂടുന്നത്. വീട്ടിലേക്ക് മാറുന്നത് ഒരു വാടക വീട്ടിലേക്കാണ്. വാടക കൊടുത്ത് താമസിക്കാനാണ് മാറുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭവൻ മരിക്കുന്നതുവരെ, അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സമ്പാദ്യം ആ വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ആ ദാരിദ്ര്യത്തെ കവച്ചു വെക്കുന്ന ധീരതയും ശാരീരിക ശക്തിയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഖന്തഖിന്റെ രണഭൂമിയിൽ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് അംർ എന്ന് പറയുന്ന ഒരു വലിയ ദന്തയുദ്ധക്കാരൻ റസൂലുള്ളാഹിനെ നോക്കി വെല്ലുവിളിക്കാൻ തുടങ്ങി. അവസാനം അലി റളിയല്ലാഹു അൻഹു അവന്റെ മുന്നിലേക്ക് ചാടി വീണു. അവൻ പറഞ്ഞു, നിന്നെപ്പോലെ ഒരു പീക്കിരിയെ കൊല്ലാൻ എനിക്കൊരു താല്പര്യമില്ല. അപ്പോ അലി റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, പക്ഷെ നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമുണ്ട്. ശക്തമായ ദന്തയുദ്ധം നടന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിഷ്പ്രയാസം ആ വലിയ പോരാളിയെ കീഴ്പ്പെടുത്തി എന്നാണ്, കൊന്നുകളഞ്ഞു എന്നാണ്. ഖൈബർ യുദ്ധത്തിന്റെ രണഭൂമിയിൽ 1ാമത്തെ ദിവസം പതാക വഹിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. 2ാമത്തെ ദിവസം പതാക വഹിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. 3ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നത്തെ ദിവസം അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട ഒരു അടിമ പതാക വഹിക്കുന്നതാണ്. ആ അടിമയുടെ കൈകൊണ്ട് ഈ കോട്ട നമ്മൾ ജയിച്ചടക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞു. എല്ലാവരും ആഗ്രഹിച്ചു, ഞാനായിരുന്നെങ്കിൽ ആ മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, എവിടെ അലി, എവിടെ? ആ സമയം അദ്ദേഹത്തിന്റെ കണ്ണിരോഗം ബാധിച്ച് ശല്യം അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശസ്തമായ ഒരു ചരിത്രമാണ്, അവിടുത്തെ ഉമിനീര് കൊണ്ട് ആ കണ്ണിലേക്ക് തടവുകയും കണ്ണുരോഗം ഷിഫയാവുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു രണഭൂമിയിലേക്ക് ഇറങ്ങി. കണ്ടുനിന്ന സ്വഹാബികൾ പറയുന്നു, അദ്ദേഹം ധീരമായി പോരാടി, സന്ധിയില്ലാത്ത സമരം. ഖൈബർ കോട്ടയുടെ മുന്നിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സമയങ്ങൾ ചെലവഴിച്ചു. അവസാനം എല്ലാവരും കേൾക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന അലി ഇബ്നു അബീ താലിബിന്റെ ഗനഗംഭീരമായ ശബ്ദമാണ്. പിന്നീട് പ്രവാചകരും സഹാബത്തും നോക്കുന്ന സമയം അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ആ കോട്ടയുടെ വാതിൽ വീണു കിടക്കുന്നു, തുറന്നു കിടക്കുന്നു. അതെങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അതിലൂടെ മുസ്ലിം സൈന്യം ഇരച്ചു കയറുകയും കണക്കില്ലാത്ത സമ്പത്ത് മുസ്ലിം ഉമ്മത്തിന് നേടിക്കൊടുത്ത ഖൈബർ വിജയം നേടിയെടുക്കുകയും ചെയ്തത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പതാക വഹിച്ചപ്പോഴാണ്. അവിടുന്ന് അങ്ങോട്ട് നിസ്തുലമായ സേവനത്തിന്റെ അശാന്ത പരിശ്രമത്തിന്റെ പ്രതീകമായി റസൂലുള്ളാഹിന്റെ ഇടവും വലവും മുന്നിലും പിന്നിലും ആ യുവാവ് മുന്നേറി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. ആ കലാപകാരി
കലാപകാരികൾ നേരെ പോകുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവർ പറഞ്ഞു അലിയോട്, നിങ്ങൾ ഈ ഭരണം ഏറ്റെടുക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ ഏറ്റെടുക്കില്ല. ഒരു കാരണവശാലും. ഭീഷണിപ്പെടുത്തി, അദ്ദേഹം വഴങ്ങിയില്ല. മയമായി പറഞ്ഞു, അദ്ദേഹം വഴങ്ങിയില്ല. അങ്ങനെ ഈ കലാപകാരികൾ പ്രമുഖരായ പല സഹാബികളുടെ അടുത്തേക്കും പോയി. അവരൊന്നും വഴങ്ങിയില്ല, അവരെല്ലാം പിന്മാറി. അവസാനം അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായ പല സഹാബികളും അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ, ഉമറിന്റെയും ഉസ്മാനിന്റെയും റളിയല്ലാഹു അൻഹുമ കാലഘട്ടത്തിൽ പ്രവിശാലമായി വിശാലമായി പരന്നു കിടക്കുന്ന ഈ ഇസ്ലാമിക സാമ്രാജ്യം ഛിന്ന ഭിന്നമായി പോകും, ഒന്നുമില്ലാത്ത അവസ്ഥയിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കണം എന്ന പ്രമുഖരായ സ്വഹാബികളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ മുൾക്കിരീടമെടുത്ത് തന്റെ തലയിലേക്ക് വെച്ചു. അലി റളിയല്ലാഹു അൻഹു പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചരിത്രങ്ങളാണ്, വേദനയുടെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും കണ്ണുനീരിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ചരിത്രങ്ങളാണ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുക. മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച വലിയ ബലാഇന്റെയും ഫിത്നയുടെയും കാലഘട്ടം, പ്രവാചകൻ മരണത്തിന് മുമ്പ് പറഞ്ഞു വെച്ച രാത്രിയുടെ കറുത്ത ചീളുകൾ പോലെയുള്ള ഫിത്നകൾ മദീനയുടെ വീടുകളിലേക്ക് ഇറങ്ങി വന്ന ആ ഫിത്നയുടെ പുലർച്ചയുണ്ടാകുന്നത് പിന്നീടുള്ള കാലഘട്ടത്തിലാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേവലം 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ വളരെ പ്രധാനമായി പറയേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ജമൽ യുദ്ധമാണ്, ഒന്ന് സിഫീൻ യുദ്ധമാണ്, ഒന്ന് ഖവാരിജുകളുടെ ഉത്ഭവമാണ്. ഈ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭവന്മാരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും നിസ്വാർത്ഥമായ സേവനത്തിലൂടെ സ്വർഗ്ഗം പുൽകുവാനും നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.